എല്ലാവർക്കും നമസ്കാരം. ആഷി മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. മലയാളത്തിൻ്റെ അനശ്വരനായ നടൻ ജയൻ മരിച്ചിട്ട് ഇന്ന് 44 വർഷമാകുന്നു. 1980 നവംബർ മാസം 16-ാം തീയതി തമിഴ്നാട്ടിലെ ഷോളാവാരത്ത് കോളിളക്കം എന്ന മലയാള സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണല്ലോ ജയൻ മരിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആ മഹാനടൻ 41-ാം വയസ്സിലാണ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം നേവിയിൽ ഉദ്യോഗസ്ഥനായിട്ട് ചേർന്നു. നേവിയിലെ ഉദ്യോഗം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സിനിമ അഭിനയത്തിലേക്ക് വന്നിട്ടുള്ളത്. 1970 അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ച് നാട്ടിൽ എത്തിയതിന് ശേഷമാണ് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. 1972 മുതൽ 1980 വരെയാണ് ജയൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ കുറഞ്ഞ 8 വർഷം കൊണ്ട് അദ്ദേഹം 150ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചു. ജയൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ പഴയകാല നിർമ്മാതാവും ജയൻ്റെ സുഹൃത്തുമായിരുന്ന ശ്രീ ജോയ് തോമസ് സാറാണ്. ജയനെക്കുറിച്ചുള്ള ജോയ് തോമസ് സാറിൻ്റെ ഓർമ്മകളിലേക്ക്. ജയൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് 44 വർഷമായി. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം ഡിന്നി ഫിലിംസിൻ്റെ എറണാകുളത്തെ ബ്രാഞ്ച് മാനേജറായിരിക്കുമ്പോൾ ഞാൻ ഡെയിലി കോട്ടയം വന്ന് രാവിലെയുള്ള ട്രെയിനിൽ പോകും, വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ച് കോട്ടയത്തേക്ക് വരും. അങ്ങനെ പോകുമ്പോഴത്തേക്കിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ എംബസി ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അതിന് തൊട്ടപ്പുറത്തൊരു ലോഡ്ജുണ്ട്, നല്ലൊരു ലോഡ്ജാണ്. ആ ലോഡ്ജിൽ കുറേ നേവിക്കാർ താമസിക്കുന്നുണ്ട്. ജയൻ അന്ന് നേവിയിലായിരുന്നു. കൃഷ്ണൻ നായർ എന്നായിരുന്നു അന്ന് അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കണ്ടാൽ നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് വന്നൊരു വൈറ്റ് ഫിയറ്റ് കാറുണ്ട്. എല്ലാം വൈറ്റാണ് പുള്ളി. വൈറ്റ് സഫാരി അല്ലെങ്കിൽ വൈറ്റ് ടീഷർട്ട്, അങ്ങനെ വൈറ്റ് പാൻറ്റ് കിട്ടുകൊണ്ട് നടക്കുന്നൊരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ കാണാൻ നല്ല സുമുഖനും നല്ല ദൃഢമായിട്ടുള്ള നല്ല നെഞ്ച് വിരിച്ചുള്ള ഒരു രീതിയായിരുന്നു അന്ന് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അട്രാക്ഷൻ തോന്നും. ഒരു 6 പാക്സ്, ഒരു നല്ല കരുത്തുള്ള ഒരു മനുഷ്യനെ പോലെ നമുക്ക് തോന്നുമായിരുന്നു. അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ നോക്കും. പുള്ളി ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിച്ചുമ്പോൾ ചിരിക്കും. അന്നൊന്നും എന്നെ പറ്റി വലിയ ഇതില്ല. പിന്നീട് ഫിലിം ചേംബർ എൻ്റെ ധനശേഖരണാർത്ഥം എറണാകുളത്ത് ഒരു പ്രോഗ്രാം നടത്തി. അന്ന് സ്റ്റാർ നൈറ്റ്. അന്ന് നസീർ സാറ്, പിന്നെ മധു സാറ്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വെച്ച് മഹാരാജാസ് ഗവൺമെൻറ്റിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഡിന്നി ഫിലിംസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി നടത്തിയത്. ചേംബറിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണമായിരുന്നു. അപ്പോൾ അതിന് പ്രോഗ്രാം എത്തിക്കുന്ന ആർട്ടിസ്റ്റുകളെ കൊണ്ടെത്തിക്കുന്ന ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രേം നസീർ സാറിനെയും മധു സാറിനെയൊക്കെ ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഇവിടെ മഹാരാജാസ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് പക്ഷേ അന്നൊക്കെ ജയനൊക്കെ അവിടെ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവരെ ആനയിച്ചുകൊണ്ട് വരുന്നതൊക്കെ കണ്ടിട്ടായിരിക്കാം പിന്നീട് ഞാൻ വരുമ്പോൾ പുള്ളി കൈ കാണിക്കും, ചിരിക്കും, ചിലപ്പോൾ ഇറങ്ങി എന്നോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമാ ഫീൽഡിലാണെന്നുള്ള പുള്ളി മനസ്സിലായി. ടിന്നി ഫിലിംസിൻ്റെ ആണ്. പിന്നീട് ഞാൻ ജോസ് ബ്രദേഴ്സ് ജംഗ്ഷനിലുള്ള ജോസ് ബ്രദേഴ്സ് ടെക്സ്റ്റൈലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലൈൻ നിര കെട്ടിടമുണ്ട്. അപ്പോൾ അവിടെ അന്ന് പ്രകാശ് പ്രകാശ് റെഡിമെയ്ഡ് ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നടൻ ജോസ് പ്രകാശിന് ഒരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്ന ബേവിച്ചായൻ എന്നാണ്. ബേവിച്ചായൻ ഞങ്ങളുടെ കോട്ടയത്തെ ഞങ്ങളുടെ വീടിൻ്റെ തറവാടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പ്രേംപ്രകാശിൻ്റെ ചേട്ടനാണ്, മുതിർന്ന ചേട്ടനാണ്. പ്രേംപ്രകാശിനെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ഞാനും ചിലപ്പോൾ ചെല്ലുമായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ കൂടെ പഠിക്കുകയും എൻ്റെ ഫാദറിൻ്റെ സുഹൃത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തോമാച്ചൻ്റെ മകൻ എന്നുള്ളൊരു എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് വൈകുന്നേരം ഒരു കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കും, സിനിമയെപ്പറ്റി പറയും, ഇറങ്ങാൻ പോകുന്ന പുതിയ ചിത്രങ്ങളെ പറ്റി പറയും. അന്ന് ഈ ശശികുമാർ സാറിൻ്റെ പടങ്ങളിലൊക്കെ, അന്ന് ഈ മുരുകാലയുടെ പടങ്ങളിലൊക്കെ അന്ന് പിന്നെ ബേവിച്ചായൻ ജോസ് പ്രകാശ് അഭിനയിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അന്ന് അവിടെ ഡയറക്ടർ ജെ സി വരും. പിന്നെ ആ കൂട്ടത്തിൽ ചിലപ്പം ഈ ജെ സിയെ കാണാനെന്നുള്ള നിലയിൽ ജോസ്പ്രാശുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് ഈ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. പിന്നീട് ജയൻ്റെ ആദ്യത്തെ പടം ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ജെ സി സംവിധാന ചിത്രത്തിലാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് അഭിനയം കണ്ടപ്പോഴത്തേക്കിനും ഒരു നല്ല നടനാകാനുള്ള സാധ്യതയൊക്കെ ഇദ്ദേഹത്തിനുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നീട് തുറമുഖം എന്ന ചിത്രം കണ്ടു. പിന്നെ മദ്രാസിലേക്ക് അദ്ദേഹം ഐ വി ശശിയുടെയൊക്കെ അല്ലെങ്കിൽ ഹരിഹരൻ്റെയൊക്കെ പടങ്ങളിൽ ചാൻസ് കിട്ടിക്കൊണ്ട് മദ്രാസിലേക്ക് അദ്ദേഹം അവിടെ താമസം മാറ്റി. പിന്നീട് ശരപഞ്ചരം ഇങ്ങനെയുള്ള നല്ല ചിത്രങ്ങൾ പുള്ളിക്ക് ഐ വി ശശിയുടെ ഹരിഹരൻ്റെ ശരപഞ്ചരം, പിന്നെ ഐ വി ശശിയുടെ ചിത്രം, പി ജി വിശ്വംഭരൻ്റെ ചാകര ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വന്നതോടെ പുള്ളി ഭയങ്കര ഒരു നല്ല നടനായിട്ട് വന്നു. ആദ്യകാലങ്ങളിലൊക്കെ നസീർ സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ മധു സാറിൻ്റെ കൂടെ സഹനടനായിട്ടോ അല്ല വില്ലനായിട്ടോ ഒക്കെയാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി കൊണ്ട് ഈ പ്രേക്ഷകരെ പിടിച്ചെടുക്കുവാൻ സാധിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ ഡിന്നി ഫിലിംസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മുരുകാലയ സ്റ്റുഡിയോയിലും മുരുകാലയ ത്യാഗരാജനും ശശികുമാർ സാറിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് മദ്രാസിലെ പാംഗുരു ഹോട്ടലായിരുന്നു. അപ്പോൾ പാംഗുരു ഹോട്ടലിൽ അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള മുറി. ഒന്നുകിൽ ഞങ്ങൾ വന്നെന്നറിഞ്ഞ് ഞങ്ങളുടെ മുറിയിലേക്ക് പുള്ളി വരും, അതല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തേടി അങ്ങോട്ട് ചെല്ലുമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കഴിവതും ഞങ്ങളുടെയൊക്കെ പടങ്ങളിൽ, എനിക്കൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള പടങ്ങളിൽ, പ്രത്യേകിച്ച് മുരുകാലയുടെ പടങ്ങളിൽ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ പടങ്ങളിലൊക്കെ കഴിവതും ജയനെ ഉൾപ്പെടുത്താൻ അന്ന് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു ന്യൂസ് അറിയുകയാണ്, ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്നുള്ളത്. വാസ്തവം പറഞ്ഞാൽ അന്ന് ഞെട്ടിപ്പോയി, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ഷോക്കായിപ്പോയി. കാരണം മലയാള സിനിമയ്ക്ക് ഉയർന്നു വരുന്ന സിനിമയ്ക്ക് ഒരു നല്ല നായകനെ നമ്മൾ ലഭിച്ചിട്ട് അത് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ജയന് ശേഷം ആരെന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. വാസ്തവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നല്ലൊരു സഹോദരൻ നഷ്ടപ്പെട്ടൊരു ഫീലിംഗാണ്, ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ട ഫീലിംഗാണ് നമുക്കുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും, ഞാനും സെഞ്ചുറി കൊച്ചുമോനും ഞങ്ങളുമായിരുന്നു ഒന്നിച്ചായിരുന്നു എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ വാസ്തവത്തിൽ ഞെട്ടി. ഞങ്ങൾ ഇവിടുന്ന് ബോഡി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞങ്ങളവിടെ ബോഡി പോയി കണ്ടു. അതിനുശേഷം ബോഡിയെ അനുഗമിച്ച് കൊല്ലത്ത് വന്നു. കൊല്ലത്ത് അടക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഫ്യൂണറെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. ഒരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഒരു മലയാള സിനിമയ്ക്കെന്നല്ല, ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠതുല്യ അയാളിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള നമ്മുടെ കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്നും ആ വിടവ് ഞങ്ങളെ കൊണ്ട് നികത്താൻ സാധിച്ചില്ല. ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. ഓരോ വർഷവും ജയൻ്റെ ഓർമ്മ ദിവസം വരുമ്പോഴത്തേക്കിന് നമ്മൾ അദ്ദേഹവുമായിട്ട് ഇടപഴകിയ കാര്യങ്ങളൊക്കെ നമ്മൾ അയവിറക്കാറുണ്ട്. ജയൻ മരിച്ച ദിവസം ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴി കൊല്ലം വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി മാവേലിക്കര എല്ലാ സ്ഥലങ്ങളിലും ഓരോ ജംഗ്ഷനിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു അംഗീകാരമായിരുന്നു. ജയൻ്റെ ഫ്ലെക്സ് വെച്ചിട്ട് ചിലർ വിളക്ക് കത്തിച്ച് വെച്ചൊക്കെ ഇരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അത്രയും ജനഹൃദയങ്ങളിൽ ജയൻ ആഴത്തിലിറങ്ങിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, അന്ന് സിനിമാ പ്രേമികൾക്ക് എല്ലാം തന്നെ ജയൻ്റെ മരണം ഒരു വലിയ ആഘാതമായിരുന്നു. ജയൻ മരിച്ചുവെങ്കിലും ഇന്നും ആ ഓർമ്മകൾ നിലനിൽക്കുകയാണ്. ജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു സുഹൃത്ത്, ഒരു ജാടയുമില്ല. എത്ര വലിയ നടനാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് നമ്മളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. സാധാരണ അങ്ങനെയല്ല. ഒരു 2-3 പടമൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കിന് തനിയെ ചിലർക്ക് ജാടയും അഹങ്കാരമൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടും അഹങ്കാരമോ ഒന്നും ലെവലശമില്ലാത്ത ഒരു നടനായിരുന്നു ജയൻ. ഇന്ന് നമ്മളെ അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ സ്വർഗത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു, മനുഷ്യനെ സ്നേഹിയായിരുന്നു.